അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കിനെ കുറിച്ച് തന്നെ എങ്ങനെ ആ പ്രിൻസിപ്പിൾസിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് നമുക്ക് കുറെ കൂടെ അർത്ഥവത്താകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്താണ് സോഷ്യൽ വർക്ക് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് ആ ആക്ച്വൽ പ്രിൻസിപ്പിൾസിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം സോഷ്യൽ വർക്ക് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സെറ്റ് ഓഫ് കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് ശരിക്കും ആ സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനെയും അതിൻ്റെ പ്രാക്ടീസസിനെയും ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ഇറ്റ് ഇസ് ഗൈഡഡ് ബൈ കോർ പ്രിൻസിപ്പിൾസ് ആൻഡ് അതിൻ്റെ ഫോക്കസ്, ഈ പ്രിൻസിപ്പിൾസിൻ്റെ എല്ലാം ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ദ വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. അതായത് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസും ദേ ആർ വേർതി ഓഫ് ബീങ് എ ഹ്യൂമൻ ബീങ് എന്നുള്ളത് തന്നെ കണക്കിലെടുത്ത്, അല്ലാതെ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഇവിടെ കണക്കിലെടുക്കുന്നത്. ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ ഇസ് വർത്ത് ആൻഡ് മനുഷ്യന് ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം കണക്കിലെടുത്തുകൊണ്ടാണ് സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അത് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പുറത്താണ്. ഓക്കെ, അറ്റ് ദ ഹാർട്ട് ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ്, അപ്പം ഇവിടെ വർത്ത് ആൻഡ് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഓരോ ഹ്യൂമൻ ബീങ്സിനും റെസ്പെക്റ്റ് കൊടുക്കുക. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല ഇവിടെ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. റെസ്പെക്റ്റ് കൊടുക്കുക ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത്. സോ ദേ ആർ ടു ബി ട്രീറ്റഡ് റെസ്പെക്റ്റോടുകൂടി, ഒത്തിരിയധികം കമ്പാഷനോടുകൂടി, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യണം, റിഗാർഡ്ലെസ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കംസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ദേ എയിം ടു ഡു നോ ഹാം വൈൽ പ്രൊമോട്ടിംഗ് ഇക്വാളിറ്റി ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ രണ്ട് കോൺസെപ്റ്റ്സ് പറയുന്നത് അല്ലേ. ഒന്ന്, ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തുല്യരാണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നിവിടെ പറയുന്നു. അപ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് ആ ഒരു സോഷ്യൽ വർക്കറുടെ മാത്രമല്ല, എഗെയിൻ അവരുടെ ക്ലയൻറ്റ്, എല്ലാവരുടെയും സമൂഹം, എല്ലാവരും ഇതിന് റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ ഉത്തരവാദികളാണ്. ഒരു എന്താ പറയേണ്ടത്, ഓരോ മനുഷ്യന്റെയും ആ ഒരു വെൽബീയിങ്ങിന് എല്ലാവരും ഉത്തരവാദിയാണ് എന്നുള്ളത്. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ, അഡ്വക്കേസി ഫോർ പീപ്പിൾസ് റൈറ്റ്സ്. സോ ഇറ്റ് സ്പാൻസ് കമ്മ്യൂണിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, മറ്റൊരു കമ്മിറ്റ്മെന്റ് ആണ് പറയുന്നത്. സോഷ്യൽ വർക്കറുടെ മറ്റൊരു കമ്മിറ്റ്മെന്റ്, അത് കമ്മിറ്റ്മെന്റ് ടു ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ പീപ്പിൾസ് റൈറ്റ്സ് അത് തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും റൈറ്റ്സ് അത് അക്രോസ് കമ്മ്യൂണിറ്റീസ്, അക്രോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അക്രോസ് സൊസൈറ്റി. ഏത് കമ്മ്യൂണിറ്റി ആയാലും, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, ഏത് സൊസൈറ്റി ആയിരുന്നാലും ശരി തന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഇവിടെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു ഐഡിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബേസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മൂലക്കല്ലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് ആ ഇൻഡിവിജ്വൽ റൈറ്റ്സ് നിലനിർത്തി കൊണ്ടുവരുന്നതിന്. ആൻഡ് അതിന് എല്ലാ കമ്മ്യൂണിറ്റീസും ഒരുപോലെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിലെ എല്ലാ മെമ്പേഴ്സും ഒരുപോലെ വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടത് എന്താണ്? അതിന് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഈ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റിലും കെയറിലും ആയിരിക്കണം. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ്, ഞാനിപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റിനെ റെസ്പെക്ട് ചെയ്യുക, എൻ്റെ ക്ലയൻറ്റ്സ് എന്നെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് പിന്നെ ഒരു കീ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. അതായത് ഈ അഡ്വക്കേസി ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്നുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം അതും സോഷ്യൽ വർക്കിന്റെ ഒരു കീ കോൺസെപ്റ്റ് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. സംടൈംസ് പ്രിൻസിപ്പിൾസ് മേ കോൺഫ്ലിക്റ്റ്.
പ്രിൻസിപ്പിൾസ് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺട്രഡിക്ടറി ആയി വരുന്ന പ്രിൻസിപ്പിൾസ് ചിലപ്പോൾ നമ്മൾ കാണും. അത് കാരണം ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഈ ഒരു പ്രൊഫഷൻ്റെ നേച്ചർ അതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ളത് കാണും. ബട്ട് അത് സോഷ്യൽ വർക്കറുടെ ഉത്തരവാദിത്വമാണ് അതിനെ ശരിക്കും മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം എന്താ, ഇത് ഈ സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ പല കമ്മ്യൂണിറ്റീനെ ഒരു കമ്മ്യൂണിറ്റി ആക്കുന്ന എന്താണ്, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ മൂല്യങ്ങൾ. അത് കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ഡിഫറൻസ് വരും അല്ലേ. സോ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് സോഷ്യൽ വർക്കറുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് സോഷ്യൽ വർക്കറുടെ ട്രെയിനിങ്, സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് കണക്കാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചെയ്യേണ്ട സംഗതിയാണ് ഇത് എന്നുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതായത് കമ്മിറ്റ്മെന്റ് ടു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ആ സമൂഹനീതി ഉറപ്പാക്കുക, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇതിനകത്ത് 4 പോയിന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, സോഷ്യൽ വർക്കേഴ്സ് ബിലീവ് എവ്രി വൺ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. സോഷ്യൽ വർക്കേഴ്സിന്റെ തന്നെ അല്ലെങ്കിൽ ഈ സോഷ്യൽ വർക്കിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തി വരുന്നത് ഒന്നിതാണ്. അപ്പൊ എല്ലാ സോഷ്യൽ വർക്കേഴ്സും എംബ്രേസ് ചെയ്ത് ബിലീവ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് എവ്രി വൺ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. രണ്ടാമത്തെ ഒരു പോയിന്റ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഇൻഡിവിജ്വൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് എല്ലാവരും വിചാരിക്കണം അല്ലെ, അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റീസ് മസ്റ്റ് വർക്ക് ടുഗെദർ ആൻഡ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും കെയറും നിലനിർത്തണം. ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് അഡ്വക്കേറ്റ് ഫോർ റൈറ്റ്സ് അക്രോസ് സൊസൈറ്റിയൽ ലെവൽസ്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സിന്റെ ജോലിയാണ് ഒരു പക്ഷേ അവർ ലോബിയിങ് വരെ നടത്തേണ്ടതായിട്ട് വരും. ഗവൺമെന്റ് തലത്തിൽ, പൊളിറ്റിക്കൽ ലെവലില് ഒക്കെ ലോബിയിങ് വരെ നടത്തിയായിരിക്കും അവർ സോഷ്യൽ, അതായത് ജസ്റ്റിസ് എല്ലാവർക്കും ഉറപ്പുവരുത്തി കൊണ്ടുവരുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞല്ലോ. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ചെറിയ ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ശരിക്കും എന്താ പറയേണ്ടത്, സോഷ്യൽ വർക്കിന്റെ അസോസിയേഷൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയണ്ടേ ഒരു 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 റെഗുലർ അക്കാഡമിക് ബുക്കിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. ഓക്കെ, സോ അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ 3 കാറ്റഗറീസ് ആക്കിയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയും. അങ്ങനത്തെ 3 കാറ്റഗറീസ് എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്ക്, ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ഫെയർ ട്രയൽ. അതായത് എന്താ പറയണ്ടത്, നമ്മൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോടതിയെ സമീപിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ട്രയൽ ലഭിക്കണം എന്നുള്ളത് മീൻസ് ഫ്രീ അല്ല, ഫെയർ ട്രയൽ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് എഡ്യൂക്കേഷൻ, ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ലഭിക്കുക, വിദ്യാഭ്യാസം ലഭിക്കുക എന്നൊക്കെയുള്ളത് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ്. ഇനി വരുന്നത് തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്നുള്ളത്. അപ്പൊ തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എൻവയറമെന്റൽ ആൻഡ് കളക്റ്റീവ് റൈറ്റ്സ് ആണ്. അതിനകത്ത് ബയോഡൈവേഴ്സിറ്റി, ഇന്റഗ്രേഷണൽ ഇക്വിറ്റി, ഇങ്ങനെയുള്ള സംഗതികൾ അവിടെ വരുന്ന ഈ റൈറ്റ്സിൽ നമ്മൾ നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഇന്റർകണക്റ്റഡ്. അതാണ് അടുത്ത ഇതിലിവിടെ പറയുന്നത്. ഈ റൈറ്റ്സ് ഇന്റർകണക്റ്റഡ് ആണ് ആൻഡ് ബാലൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് നീഡ്സ് എന്നുള്ളത്. അപ്പൊ ഇവിടെ വ്യക്തികളുടെ റൈറ്റ്സും അവിടെ സംരക്ഷിക്കപ്പെടണം ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സും അവിടെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇനി ചില കേസസിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇറ്റ് മേ കം ഇൻ ടു കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. സംടൈംസ് ഇറ്റ് മേ കം ഇൻ ടു കോൺഫ്ലിക്റ്റ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ. കോൺഫ്ലിക്ട്സ് ക്യാൻ അറൈസ് ബിറ്റ്വീൻ ഡൂയിങ് നോ ഹാം ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. അപ്പൊ ഇത് രണ്ടും നമുക്ക് പ്രിൻസിപ്പിൾസ് ആയിട്ടുണ്ട്. ഒന്ന്, ഒരു ഹാമും ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിക്ക് ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാ കൾച്ചേഴ്സും ഒരുപോലെ ആയിരിക്കില്ല. മൾട്ടിപ്പിൾ
എത്തിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാകും. ഇപ്പം ഒരു കൾച്ചറിൽ എത്തിക്കലായിട്ടുള്ളത് മറ്റൊരു കൾച്ചറിൽ എത്തിക്കൽ ആകണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൂയിങ് നോ ഹാം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾ സോഷ്യൽ വർക്കറിനെ എന്താ പറയേണ്ടത്, അവരെ ബാധ്യസ്ഥരാക്കിയാണ് ഒരു തരത്തിലുള്ള ആക്ഷൻസും അവരുടെ സൈഡിൽ നിന്നുണ്ടാകരുത് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ സേഫ്റ്റി അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഇനി ഡൈവേഴ്സിറ്റിക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൾച്ചറൽ ഡിഫറൻസസിനെ നമ്മൾ അംഗീകരിക്കുക. ആൾക്കാരുടെ വിശ്വാസങ്ങൾ, ആൾക്കാരുടെ ട്രഡിഷൻസ്, അവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങൾ, ഇതൊക്കെ എപ്പോഴും ഓരോ വ്യക്തിയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അവരുടെ സൊസൈറ്റി, അവർ ജീവിക്കുന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഇവിടെ ഉണ്ടാകുന്ന ക്ലാഷ് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിട്ട് പറയുകയാണ്. ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൾച്ചറൽ പ്രാക്ടീസസ്, ചില കൾച്ചറൽ പ്രാക്ടീസസ് ആക്ച്വലി ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് ഒരു സ്ഥലത്തുണ്ട്, കൾച്ചറൽ പ്രാക്ടീസസ് മറ്റൊരു സ്ഥലത്തുണ്ട്. അപ്പൊ ഈ കൾച്ചറൽ പ്രാക്ടീസ് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കേഴ്സ് ആക്ച്വലി ഒരു ഡെലിമയിലായി പോകും. എന്താ പറയേണ്ടത്, ചില കൾച്ചറൽ പ്രാക്ടീസസ് അത് അംഗീകരിക്കപ്പെട്ടതാണ് ആ ഒരു കൾച്ചറിൽ, പക്ഷേ അത് ആ വ്യക്തികൾക്ക് ഹാംഫുൾ ആണ്. അപ്പം ഈ സോഷ്യൽ വർക്കർ എവിടെ നിൽക്കണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ചില രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങളിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നടത്താറുണ്ട്. FGM എന്നതിനെ ഷോർട്ടാക്കി പറയും. അപ്പൊ ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് ഒരു പ്രാക്ടീസ് ആണ്. അവര് ഇന്റൻഷനൽ ആയിട്ട് ഓൾട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇഞ്ചുറി അവർ വരുത്തുന്ന ടു ദ ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ്. അപ്പൊ ഇത് നോൺ മെഡിക്കൽ റീസൺസിനാണ്, ഒരു മെഡിക്കൽ റീസൺ അല്ല. ഇറ്റ്സ് ഡൺ പ്യോർലി ഫോർ നോൺ മെഡിക്കൽ റീസൺസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഗേൾസ് ആൻഡ് വിമൻ ആയിട്ടാണ് ഇന്റർനാഷണലി ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇന്റർനാഷണലി അതിന് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. അപ്പൊ ഈ FGM ശരിക്കും പലപ്പോഴും ഇറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ഓൺ യങ് ഗേൾസ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇൻഫൻസി മുതൽ തുടങ്ങി 15 വയസ്സിനകത്ത് വെച്ച് അത് ചെയ്യാനുണ്ട്. അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഇല്ല. പക്ഷേ അവർക്ക് ഫിസിക്കൽ ഹാം അവിടെ ഉണ്ടാക്കുന്ന, ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന, സൈക്കോളജിക്കലി അവരെ ഹാം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ FGM അല്ലെങ്കിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അത് എന്തിനാണ് ചില കൾച്ചറിൽ ഇതുള്ളത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവരുടെ കൾച്ചറൽ പ്രാക്ടീസസ്, അവരുടെ റിലീജിയസ് ബിലീവ്സ്, ആ ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ ബിലീവ്സ് കൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പെർസീവ്ഡ് ആയിട്ടുള്ള ചില നോഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ പ്യോറായിരിക്കും എന്നുള്ളത്, ആ ഒരു പെൺകുട്ടിയുടെ മോഡസ്റ്റി, ആ ഒരു പെൺകുട്ടിയുടെ ഓണർ, ഇതൊക്കെ നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ ഈ FGM പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ചാസ്റ്റിറ്റി നിലനിർത്താനായിട്ട് സാധിക്കുന്നു ബിഫോർ മാരേജ് എന്നുള്ളതാണ് ആ ഒരു സങ്കല്പം. അതാണ്. അപ്പൊ ഇതിന് ഈ കമ്മ്യൂണിറ്റീസ്, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സോഷ്യൽ പ്രഷർ അവർക്കുണ്ട്. ഇതൊരു ട്രഡിഷൻ എന്ന നിലയിൽ അവർ ജനറേഷൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരിക എന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസിനെ നമ്മളൊരു ലീഗൽ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലിയർ വയലേഷൻ ആണ്, ഹെൽത്ത് വയലേഷൻ ആണ്, സെക്യൂരിറ്റി വയലേഷൻ ആണ്, ഫിസിക്കൽ ഇന്റഗ്രിറ്റി നിലനിർത്തുന്നതിനുള്ള വയലേഷൻ ആണ്. ആൻഡ് ചില കേസസിൽ ഇത് സോ സിവിയർ ആയി പോകുന്ന അത് ശരിക്കും ടോർച്ചറായിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു ക്ലിയർ ബ്രീച്ച് ഉണ്ടാവുകയാണ് അല്ലെ. അപ്പോൾ എന്താ പറയേണ്ടത്, ആ റൈറ്റ് ടു ബി ഫ്രീ ഫ്രം ക്രൂവൽ, ഇൻഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡിങ് ട്രീറ്റ്മെന്റിൽ നിന്ന് കിട്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു റൈറ്റ് ഇവിടെ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു കുട്ടിയുടെ റൈറ്റ് അതും ഇവിടെ ഭേദിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ സംഭവങ്ങൾ കൂടാതെ തിങ്ക് അബൌട്ട് ദ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് LGBTQ+ ഇൻഡിവിജ്വൽസ്. അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്.
അപ്പോൾ ആ ഒരു ട്രഡീഷണൽ വ്യൂ പോയിന്റ് വെച്ച് ആ ഒരു കൾച്ചറൽ പോയിന്റ് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി അധികം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ട സിസ്റ്റം ഇവിടെ വരുന്നു, അല്ലെ സിറ്റുവേഷൻ ഇവിടെ വരുന്നു. അപ്പൊ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കേഴ്സ് എന്താണ്, ഈ പ്രാക്ടീസസിനെ ഒക്കെ അവർ അംഗീകരിക്കണം എന്നുള്ള ഒരു തോട്ട് അവരുടെ മൈൻഡിൽ സ്വാഭാവികമായിട്ടും വരാം. കാരണം ആ ഡൈവേഴ്സിറ്റിക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാ, അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നല്ലേ സോഷ്യൽ വർക്കേഴ്സിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ഹാമും ചെയ്യാൻ അവർക്ക് വരാനും പാടില്ല എന്നുള്ളത്. അപ്പൊ എന്താണ്, സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് ഈ പ്രാക്ടീസസിൽ അവർ ഇടപെട്ട്, കാരണം ഈ ഫിസിക്കൽ ഹാം ഇവിടെ ഉണ്ടാവുകയാണ് ഈ കുട്ടികൾക്ക്, അല്ലെ? ആ ഒരു അല്ലെങ്കിൽ ഇനി അത് LGBTQ+ കമ്മ്യൂണിറ്റിയിലെ ഇൻഡിവിജ്വൽസിനായിരുന്നാലും ശരി, അവർക്കും ഒരുപാടധികം ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഇടപെടണം. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് അവിടെ ഇടപെട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് എഗെയിൻ കൾച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ അവിടെ വരുന്നു, അവർ കൾച്ചറിനെയും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡെലിമ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതിനെ എന്താ പറയേണ്ടത്, ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ട്രെയിനിങ് സോഷ്യൽ വർക്കേഴ്സിന് ലഭിക്കും. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് അവർ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവർക്ക് ഓൾറെഡി ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡയലോഗിലൂടെ ആൻഡ് ഒരു റിഫ്ലക്റ്റീവ് ടെക്നിക്കിലൂടെ, അതായത് അതാത് വ്യക്തികളെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ആൾക്കാരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക അവർ ചെയ്യുന്നത് തെറ്റല്ലേ എന്നുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ട്രഡീഷൻസ് റീഇവാലുവേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ അവർ റെസ്പെക്റ്റും ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം അവർ ഹ്യൂമൻ റൈറ്റ്സും പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെ നിർബന്ധിച്ച് അവരെ കൊണ്ടത് നിർത്തിക്കുകയല്ല, പക്ഷെ അവരെ റിയലൈസ് ചെയ്യിപ്പിക്കുകയാണ്. അവർക്ക് ആ ഒരു ബോധം അവരുടെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചും ഇവിടെ ഇവർക്ക് എടുക്കാം. ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് പലപ്പോഴും അവർ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ ശരിക്കും അവർ റിസോൾവ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. സ്പെസിഫിക്കലി എന്താ പറയേണ്ടത്, കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഇതുപോലെ ഉള്ളതെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ പക്ഷേ അവർക്ക് അത് സാധിക്കും, എഗെയിൻ ത്രൂ ഡയലോഗ് ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ആൾക്കാരെ ബോധവാന്മാരാക്കി എടുക്കുന്നതോടുകൂടി അത് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കും ഉണ്ടായിരുന്നല്ലോ പണ്ട് പഴയ പുരാതന കാലത്ത് നമ്മുടെ സതി എന്നൊക്കെ പറയുന്ന ആ പ്രാക്ടീസസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ക്രൂവലായിരുന്നു അങ്ങനെയുള്ള പ്രാക്ടീസസ് എന്നൊക്കെയുള്ളത്. അത് ഒറ്റയടിക്ക് നിർത്താനായിട്ട് സാധിച്ചോ? ഒറ്റയടിക്കത് നിർത്താനായിട്ട് സാധിച്ചില്ലല്ലോ. അതും ഘട്ടം ഘട്ടമായിട്ട് നിർത്തി ഇപ്പോ എന്താ പറയേണ്ടത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയേണ്ടത് നിയമങ്ങളുണ്ട് അതിന് എതിരെ. നിയമം കൊണ്ടത് അവസാനം എബോളിഷ് ചെയ്ത്, എന്നാലും തെന്നിയും തെറിച്ചും നമ്മൾ അവിടെയും ഇവിടെ അതിനെ കുറിച്ച് കേൾക്കാറില്ലേ നമ്മുടെ നാട്ടിൽ പോലും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് ശരിക്കും കൾച്ചർ പോയിന്റിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സതി അന്നത്തെ കാലത്ത് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ അത് ഒരു കാലത്തും ശരിയാവാത്ത ഒരു സംഗതിയാണ്, അല്ലേ? ഓക്കെ, അപ്പൊ സോഷ്യൽ വർക്കേഴ്സിന്റെ ആ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫോർ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. അതിനകത്ത് ശരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സിൽ അവർ കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഇതേപോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസിനെ ചലഞ്ച് ചെയ്യാം. ആൻഡ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡയലോഗ്സിലൂടെയും റിഫ്ലക്ഷനിലൂടെയും അത് ചലഞ്ച് ചെയ്ത് മാറ്റുക എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ആക്ച്വലി ആ ഒരു പ്രിൻസിപ്പിൾസിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ് സി ഈ പ്രിൻസിപ്പിൾസ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ബിയസ്ക്. ഓക്കെ, ബൈസ്റ്റെക് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഒരു രീതിയിൽ നമുക്ക് ബൈസ്റ്റെക് ഓ ഇറ്റ്സ് ആക്ച്വലി, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലോസ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് ബിയസ്ക് എന്നാണ്. ബാക്കി എല്ലാം അതിൻ്റെ ഇടയ്ക്ക് സൈലന്റ് ആണ്. അപ്പം ആ ഒരു ബീം കർവ് മാത്രം വരും, ബിയസ്ക് എന്നുള്ള ആ ഒരു സൗണ്ട് മാത്രമാണ് ഈ ഒരു പേരിന്. സോ ഇദ്ദേഹം ഒരു പ്രൊഫസറാണ്, ഫെലിക്സ് ബിയസ്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് 7 കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക്. നമ്മൾ ഈ 7 അല്ല, ഇത് ആക്ച്വലി 1957 അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. അതിനുശേഷം ഇവോൾവ് ആയി, അല്ലേ? സോഷ്യൽ വർക്ക് ഒരുപാടധികം ഇവോൾവ് ആയി. അപ്പം പ്രിൻസിപ്പിൾസിന്റെ എണ്ണവും അതേ കണക്ക് കൂടി വന്നു. അപ്പോൾ ഓരോ പുതിയ മേഖലയിലേക്ക് കടക്കേണ്ടി വരുമ്പോൾ ഒരു പുതിയ പ്രിൻസിപ്പിൾ ഒരു പക്ഷേ വരേണ്ടതായിട്ട് വരും. കാരണം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രാക്ടീസ് ഡൈനമിക് ആണ്.
അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് ആ സോഷ്യൽ വർക്കിന്റെ സ്വഭാവം മാറും. കാരണം ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാറുന്നതനുസരിച്ച് 100 വർഷം മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളല്ലോ ഇന്നുള്ള പ്രശ്നങ്ങൾ ഇതായിരിക്കില്ല. ഇനി 10 കൊല്ലം കഴിയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾ അനുസരിച്ചാണ് സോഷ്യൽ വർക്കിന്റെ പ്രവർത്തനങ്ങളും പ്രതിവിധികളും വരുന്നത്. അപ്പൊ അന്ന് 7 പ്രിൻസിപ്പിൾസ് ആണ് ഫെലിക്സ് ബിയസ്ക് പ്രപ്പോസ് ചെയ്തത്. അപ്പോ ശരിക്കും കേസ് വർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് 7 കോർ പ്രിൻസിപ്പിൾസ് എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് കേസ് വർക്ക് റിലേഷൻഷിപ്പ് എന്നാണ്. ഇപ്പൊ കേസ് വർക്ക് നമുക്കറിയാം, ഇൻഡിവിജ്വൽസിന് വേണ്ടി ചെയ്യുന്ന വർക്കാണ് കേസ് വർക്ക് എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് 1957 ആ ബുക്ക് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഇന്നും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കായിട്ട് തന്നെയാണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസിനെ സംബന്ധിച്ചിടത്തോളം ആ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം ലയോള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ആയിരുന്നു. ആൻഡ് അദ്ദേഹം ശരിക്കും സോഷ്യൽ വർക്കേഴ്സിന് ഒരു ഹാൻഡ് ബുക്ക് പോലെ, ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ബുക്ക് അദ്ദേഹം ശരിക്കും എഴുതിയത്. ആൻഡ് ശരിക്കും ആ ഒരു സോഷ്യൽ വർക്കിന്റെ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കറുടെയും ആ സോഷ്യൽ വർക്കറിന്റെ ക്ലയന്റിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ ശരിക്കും ഒരു ബുക്ക് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം എല്ലാം ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ 7 കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ആദ്യത്തത് ഇൻഡിവിജ്വലൈസേഷൻ. ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പം ട്രീറ്റ് ഈച്ച് ക്ലയന്റ് ആസ് യുണീക്ക് വിത്ത് സ്പെസിഫിക് നീഡ്സ്. അപ്പൊ ഈ ബിയസ്ക് എന്ന പേരും 1957 എന്ന വർഷവും അദ്ദേഹത്തിന്റെ ആ ഒരു ബുക്ക് കേസ് വർക്ക് റിലേഷൻഷിപ്പ് എന്ന ബുക്കും നമ്മൾ ഓർത്തു വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇൻഡിവിജ്വലിസം, അതിനകത്ത് എന്താ പറയുന്നത്, ട്രീറ്റ് ഈച്ച് ക്ലയന്റ് ആസ് യുണീക്ക് വിത്ത് സ്പെസിഫിക് നീഡ്സ്. ഓരോ ക്ലയന്റും വ്യത്യസ്തമാണ്, അവരുടെ ആവശ്യങ്ങളും ഡിഫറെന്റ് ആണെന്നുള്ളത്. രണ്ടാമത്തത് പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. അപ്പൊ പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് എനേബിൾസ് ക്ലയൻസ് ടു എക്സ്പ്രസ് ഇമോഷൻസ്. ക്ലയൻസിന് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതിന് വേണ്ട സാഹചര്യം സോഷ്യൽ വർക്കർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. മറ്റൊന്ന് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്. അപ്പൊ ഇത് സോഷ്യൽ വർക്കർക്കുള്ള താക്കീതാണ്. അപ്പോൾ എംപതി ബാലൻസ്ഡ് വിത്ത് പ്രൊഫഷണൽ ഡിറ്റാച്ച്മെന്റ് എന്നാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. അപ്പൊ അതെന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് നിലനിർത്തുക. അതിനകത്ത് എംപതി ഉണ്ടാകണം, പക്ഷേ അമിതമായ ഒരു അടുപ്പം സ്ഥാപിച്ചെടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സോഷ്യൽ വർക്കർ അവസാനം ആ ക്ലയന്റുമായിട്ട് സ്നേഹത്തിലാകുന്നു, പ്രണയത്തിലാകുന്നു, അവർക്ക് പിന്നെ പിരിയാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനെ വരരുത്. അവിടെയാണ് ആ പ്രൊഫഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ആ പ്രൊഫഷണൽ ബന്ധം മാത്രമേ വരാവുള്ളൂ, പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഗ്രോ ചെയ്യരുത്. അതാണ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്. സോഷ്യൽ വർക്കറുടെ ഇമോഷൻസ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇസ് ആക്സെപ്റ്റൻസ്. അപ്പൊ അതായത് റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ക്ലയൻസ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഒരു മുൻവിധിയും ഇല്ലാതെ എല്ലാ ക്ലയന്റിനെയും ഒരേപോലെ കാണുക, അവരെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരെ മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. കാരണം സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ്ഡ് ആകുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് മൾട്ടി മില്യനേഴ്സ് ആയിരിക്കില്ലല്ലോ. ചിലപ്പം ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കും, അല്ലേ? ചിലപ്പം എന്താ പറയേണ്ടത്, ഒരു ഫാമിലി പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വയലൻസ് ഫേസ് ചെയ്യുന്ന ഫാമിലീസിലെ ഇൻഡിവിജ്വൽസ് ആകാം, അവിടുത്തെ കുട്ടികളാകാം, അങ്ങനെയൊക്കെ വരാം. സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന അവരുടെ ക്ലയൻസ് അങ്ങനെയുള്ളത്. സോ ഓരോ ക്ലയന്റിനെയും അതിൻ്റെതായ ഒരു റെസ്പെക്റ്റോട് കൂടി, അവനൊരു മദ്യപാനിയാണ് എന്നും പറഞ്ഞ് ഒരു മദ്യപാനിയെ കാണുന്നത് പോലെ ഒരു ലോ ഇതിൽ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആക്സെപ്റ്റൻസ് എന്ന ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ കംസ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ അവോയ്ഡ് മോറൽ ജഡ്ജ്മെന്റ്സ് അബൌട്ട് ക്ലയൻസ്. അപ്പൊ ക്ലയൻസിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു മോറൽ ജഡ്ജ്മെന്റും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. മേ ബി സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യും, വുമണൈസേഴ്സുമായിട്ട് ഡീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, പ്രോസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ അവർ വരും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ
അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരെ, ഇവരെയൊക്കെ തിരിച്ച് ആ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ലേ എന്നും പറഞ്ഞ് അവരെ ഒരു എന്താ പറയേണ്ടത്, അവർ മോറലി ഡൗൺ ആയി പോയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ കാണരുതെന്നുള്ളതാണ് ഇവിടെ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സപ്പോർട്ട് ക്ലയൻസ് ഇൻ മേക്കിംഗ് ദിയർ ഓൺ ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ എന്ത് തരത്തിലുള്ള ഇന്റർവെൻഷൻ വേണം, എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണം, എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകണം, എപ്പോൾ എവിടെ വെച്ച് എന്നൊക്കെയുള്ള തീരുമാനങ്ങളെല്ലാം ക്ലയന്റിന് എടുക്കാനുള്ള അധികാരം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം സോഷ്യൽ വർക്കറിന് ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. സോഷ്യൽ വർക്കർക്ക് അവരെ ഗൈഡ് ചെയ്യാം, അവരുടെ അടുത്ത് പറയാം നമ്മൾ മാർഗം എ, മാർഗം ബി, മാർഗം സി, ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ളത്, അല്ലാതെ ഞാൻ ഒരെൻ്റെ രീതിയിൽ മാത്രമേ ചെയ്യൂ എന്ന് സോഷ്യൽ വർക്കേഴ്സ് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ക്ലയന്റിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് കോൺഫിഡൻഷ്യാലിറ്റി, വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ കീപ് ക്ലയന്റ് ഇൻഫർമേഷൻ പ്രൈവറ്റ് ആൻഡ് സെക്യൂർ. നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ മറ്റാർക്കും അവരെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ സോഷ്യൽ വർക്കർ അറിയേണ്ടതായിട്ട് വരും, അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പം അവരെക്കുറിച്ച് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അത് ചുമ്മാ പറഞ്ഞു നടക്കരുത്. അത് അവർക്ക് ഒരു എന്താ പറയേണ്ടത്, അവരെ ഡീഗ്രേഡ് ചെയ്യത്തക്ക രീതിയിൽ അത് പുറത്തു പറയരുത് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഇതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഒരു എഗ്രിമെന്റ് തന്നെയുണ്ട്. ആ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്താൽ വളരെ ഹെഫ്റ്റി ആയിട്ടുള്ള ഫൈൻസ് വരാം, ജയിലിൽ അടയ്ക്കാം, ആ സോഷ്യൽ വർക്കറുടെ ലൈസൻസ് ക്യാൻസൽ ആകും, അങ്ങനെയുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ വരും. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ രാജ്യത്തും കോൺഫിഡൻഷ്യാലിറ്റി ഈസ് വെരി വെരി ഓക്കെ. ഇനി ഈ എന്താ പറയേണ്ടത്, ബിയസ്കിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഇന്നത്തെ കാലത്തെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇറ്റ് ഈസ് സെൻട്രൽ ടു സോഷ്യൽ വർക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പ്രിൻസിപ്പിൾസ് കുറച്ച് കൂടുതൽ ആയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ 7 അതേപോലെ തന്നെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ടെക്നോളജി, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവ് ആയി വരുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 7 പ്രിൻസിപ്പിൾസും ഇന്നും ആപ്ലിക്കബിൾ അല്ലേ അതേപോലെ? ഓക്കെ. ഈ പ്രിൻസിപ്പിൾസ് അല്ല ഇന്നത്തെ നമ്മുടെ നിലയിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കാരണം ഇത് എന്താ പറയേണ്ടത്, ബിയസ്കിന്റെ ആ ഒരു പ്രിൻസിപ്പിളിനകത്തും ഇത് വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവർ ഓരോ വ്യക്തികളാണ്, അവർ വേർതാണ്, അവർക്ക് ആ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത്. സോ ദിസ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഇൻഡിവിജ്വലൈസേഷൻ പ്രിൻസിപ്പിൾ. പിന്നൊന്ന് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ഇവോൾവ് ആയ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇവിടെ ക്ലിയർ ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകരുത്. സോഷ്യൽ വർക്കറും അവരുടെ ക്ലയന്റുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഇറ്റ് ഹാസ് ടു ബി വെരി വെരി ക്ലിയർ. അപ്പൊ നമ്മൾ ബിയസ്കിന്റെ പ്രിൻസിപ്പിൾസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഒരു പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരെണ്ണം അദ്ദേഹം എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, അല്ലെ, അദ്ദേഹത്തിന്റെ 7 പ്രിൻസിപ്പിൾസിൽ. പക്ഷേ ഇത് ഇംപ്ലൈഡ് ആണ് അദ്ദേഹത്തിന്റെ ഐഡിയാസിൽ. പ്രത്യേകിച്ചും നമ്മൾ ആ ഒരു പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് എന്നുള്ള ആ ഒരു ഐഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ഫീലിങ്സ് ശരിക്കും നമുക്ക് മനഃപൂർവ്വം അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം 2 കൂട്ടരും തങ്ങളിൽ, എങ്കിലല്ലേ അത് സാധിക്കുള്ളൂ. ഓക്കെ, സോ അത് ഇംപ്ലൈഡ് ആണ് അത് അവിടെ എന്നുള്ളതാണ്. അടുത്തത് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ക്ലയൻസ് ഹാവ് ദ റൈറ്റ് ടു മേക്ക് ദിയർ ഓൺ ഡിസിഷൻസ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് സപ്പോർട്ട് ദിയർ ഓട്ടോണമി. അപ്പം ക്ലയൻസ് ഇവിടെ ഓട്ടോണമസ് ആണ്. ഓക്കെ, ബിയസ്കിന്റെ പ്രിൻസിപ്പിൾസിനകത്തും ഇത് പറയുന്നുണ്ട്. ക്ലയന്റിന്റെ ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ സെയിം തിങ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്ത് വരുന്നത്. ആൻഡ് അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, അല്ലെ. അപ്പൊ ഈ കോൺഫിഡൻഷ്യാലിറ്റിയാണ് നമുക്ക് ആ ഒരു ട്രസ്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് അതും
ബിഎസ്കിന്റെ ആ ഒരു സെയിം കോൺഫിഡൻഷ്യാലിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിന്റെയും ഭാഗമായിട്ട് വരുന്നത്. ആൻഡ് ദെൻ കംസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇതും എന്താ പറയേണ്ടത്, ബിഎസ്കിന്റെ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ദെൻ കംസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ എൻവയൺമെന്റ്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും ബാലൻസ് ചെയ്യണം, എംപതി പ്രൊഫഷണൽ ഒബ്ജക്ടിവിറ്റി ആയിട്ട് ബാലൻസ് ചെയ്ത് ഒരു ഓവർ ഇമോഷണൽ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാകരുത്, എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പം ബിഎസ്കിന്റെ പ്രിൻസിപ്പിളിനകത്തും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്, അത് ഒരു ഡയറക്റ്റ് മാച്ച് തന്നെയാണ് ഇവിടെ ഈ വരുന്നത്, അല്ലേ? ആൻഡ് ദെൻ കംസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. അപ്പോൾ ഈ ഒരു പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സും ശരിക്കും നമ്മൾ അതിനകത്ത് നോക്കിയിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ക്ലയൻസിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കണം ടു എക്സ്പ്രസ് ദിയർ ഫീലിങ്സ് ഫ്രീലി. വളരെ ഫ്രീ ആയിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ക്ലയൻസിന്, കാരണം അവരുടെ ഫീലിംഗ് എന്താണെന്ന് സോഷ്യൽ വർക്കർക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ അതിനൊരു പ്രതിവിധി സോഷ്യൽ വർക്കർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. സോ പ്രിൻസിപ്പിൾസിന്റെ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ഓൺ ദ കോർ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വാല്യൂസ് എന്തൊക്കെയാണ് സോഷ്യൽ വർക്ക്.